ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. കേരളത്തിന്റെ 23ാമത് ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ എൻ ഷംസീർ, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, മന്ത്രിമാർ, MLA മാർ, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് തിരശ്ശീല വീണു. 1008 പോയിന്റോടെ തൃശൂർ കലാകിരീടം സ്വന്തമാക്കി. 1007 പോയിന്റ് നേടിയ പാലക്കാട് രണ്ടാമതും 1003 പോയിന്റ് നേടിയ കണ്ണൂർ മൂന്നാമതും എത്തി. ആതിഥേയരായ തിരുവനന്തപുരം 8ാം സ്ഥാനം നേടി. സ്കൂളുകളിൽ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ 171 പോയിന്റോടെ ഒന്നാമതെത്തി. 116 പോയിന്റുമായി തിരുവനന്തപുരം വഴുതക്കാട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാമതും 106 പോയിന്റുമായി മാനന്തവാടി MGM ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാമതും എത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി V ശിവൻകുട്ടി ജേതാക്കൾക്കുള്ള സ്വർണ്ണക്കപ്പ് സമ്മാനിച്ചു. ചലച്ചിത്ര താരങ്ങളായ ടൊവിനോ തോമസും ആസിഫ് അലിയും ചടങ്ങിൽ മുഖ്യാതിഥികളായി. ഈ മാസം 4 മുതൽ 8 വരെ തിരുവനന്തപുരം നഗരത്തിലെ 25 വേദികളിലായി 15,000-ഓളം പ്രതിഭകളാണ് 249 ഇനങ്ങളിൽ ഇത്തവണത്തെ കലോത്സവത്തിൽ മാറ്റുരച്ചത്. കേരള നിയമസഭാ പുസ്തകോത്സവത്തിന്റെ 3ാം പതിപ്പ് തിരുവനന്തപുരത്ത് സമാപിച്ചു. R ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ നടന്ന സമാപന സമ്മേളനം ചലച്ചിത്ര താരം പ്രകാശ് രാജ് ഉദ്ഘാടനം ചെയ്തു. ശ്രീലങ്കൻ സാഹിത്യകാരി VV പത്മസീലി ചടങ്ങിൽ മുഖ്യാതിഥിയായി. നടൻ ഇന്ദ്രൻസിനെ ചടങ്ങിൽ ആദരിച്ചു. സ്പീക്കർ AN ഷംസീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രിമാരായ KN ബാലഗോപാൽ, P പ്രസാദ്, മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. 250-ലധികം സ്റ്റോളുകളിലായി 180 പ്രസാധകരാണ് പുസ്തകോത്സവത്തിൽ പങ്കെടുത്തത്. ത്രിതല പഞ്ചായത്തുകളിൽ നടപ്പാക്കുന്ന K-സ്മാർട്ട് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷന്റെ ഉദ്ഘാടനം കരകുളം പഞ്ചായത്തിൽ നടന്നു. കരകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് U ലേഖറാണി ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത്, നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത്, കരകുളം പഞ്ചായത്ത് എന്നിവിടങ്ങളിലാണ് K-സ്മാർട്ടിന്റെ പൈലറ്റ് റൺ നടപ്പിലാക്കുന്നത്. ഏപ്രിൽ മുതൽ K-സ്മാർട്ട് മറ്റ് ത്രിതല പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കും. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ഇൻഫർമേഷൻ കേരള മിഷനുമായി സഹകരിച്ചാണ് K-സ്മാർട്ട് സോഫ്റ്റ്വെയർ വികസിപ്പിച്ചത്. ഈ വർഷത്തെ അഗസ്ത്യാർകൂടം സീസൺ ട്രക്കിംഗ് ഈ മാസം 20-ന് ആരംഭിച്ച ഫെബ്രുവരി 22-ന് അവസാനിക്കും. വനംവകുപ്പിന്റെ www.forest.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയും പൊതുജനങ്ങൾക്ക് ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ട്രക്കിങ്ങിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും തിരിച്ചറിയൽ കാർഡ് നമ്പർ ഓൺലൈൻ അപേക്ഷയിൽ ഉൾപ്പെടുത്തണം. സന്ദർശകരുടെ സൗകര്യാർത്ഥം ഈ വർഷത്തെ ബുക്കിംഗ് 3 ഘട്ടങ്ങളായി ക്രമീകരിച്ചിട്ടുണ്ട്. യാത്രക്കാരുടെയും വിമാനങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്താനായി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ റൺവേയുടെ റീകാർപ്പറ്റിംഗ് അടക്കമുള്ള നവീകരണ പദ്ധതിക്ക് തുടക്കമായി. നവീകരണത്തിന്റെ ഭാഗമായി രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ റൺവേ അടച്ചിടും. ഈ സമയത്തുള്ള വിമാന സർവീസുകളുടെ സമയം പുനഃക്രമീകരിച്ചു. പുതിയ സമയക്രമം അതത് വിമാന കമ്പനികളിൽ നിന്ന് യാത്രക്കാർക്ക് ലഭിക്കും. മാർച്ച് 29 വരെയാണ് റൺവേ നവീകരണം നടക്കുക. പ്രതിദിനം 96 സർവീസുകൾ ഈ കാലയളവിൽ നടത്തും. നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയവും സംസ്ഥാന തൊഴിൽ നൈപുണ്യ വകുപ്പിന് കീഴിലുള്ള ജില്ലാ RA സെന്ററും ചേർന്ന് തിരുവനന്തപുരം ചാക്ക ITIയിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള സംഘടിപ്പിച്ചു. എഞ്ചിനീയറിംഗ്, നോൺ എഞ്ചിനീയറിംഗ് ട്രേഡുകളിൽ ITI യോഗ്യതയുള്ളവരെ അപ്രന്റീസായി തിരഞ്ഞെടുത്തു. കേന്ദ്ര, സംസ്ഥാന, പൊതുമേഖലാ, സ്വകാര്യ മേഖലകളിലെ 30 സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്കാണ് മേള നടത്തിയത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.